ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. കേരള നവോത്ഥാനം എന്നുള്ള മേഖലയിലെ LP-UP എക്സാമിന് പ്രധാനപ്പെട്ട സംഘടനകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ പലതും നമ്മൾ ഓൾറെഡി പല കോഡൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഘടനകളും അതിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണെന്നുള്ള കാര്യം, പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ അത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കാം. അപ്പം ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. നമുക്ക് എല്ലാം ഒന്നും പഠിക്കാനായിട്ട് കോഡുകളില്ലാത്തത് കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതവണ എഴുതുമ്പോൾ അല്ലെങ്കിൽ പലതവണ നമ്മൾ എഴുതിയത് വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് ഇരിക്കും. ആദ്യം നമുക്ക് നോക്കാം വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് സമത്വ സമാജം. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സമ്പൂർണ്ണ ദേവൻ, സമപന്തി ഭോജനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതെങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. അടുത്തത് അയ്യങ്കാളി. അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ടാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘവും സാധുജന പരിപാലന യോഗവും ഒക്കെ മാറിപ്പോകാതെ എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ടേം കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സാധുജന എന്ന് മാത്രം കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്താണ് പരിപാലന യോഗമായിരിക്കും മനസ്സിലോട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്ക് അങ്ങ് പോകും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പം ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓർക്കാം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം, വാഗ്ഭടാനന്ദൻ. അടുത്തത് സഹോദരൻ അയ്യപ്പൻ. പഠിക്കാൻ വളരെ എളുപ്പമാണ്. എന്താ? സഹോദര പ്രസ്ഥാനം. സഹോദര പ്രസ്ഥാനമാണ് സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹരയ സമാജം. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അടുത്തത് മന്നത്ത് പത്മനാഭൻ. അത് പൊതുവെ എന്താണ് പെട്ടെന്ന് ഓർക്കാൻ നമുക്ക് എളുപ്പമുള്ളതാണ്. നായർ സർവീസ് സൊസൈറ്റി, NSS ആണ്. അടുത്തത് VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. ആ ഒരു നമ്പൂതിരി സമൂഹത്തിലെ ഉള്ള പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യോഗക്ഷേമ സഭ ആരാണ്? VT ഭട്ടതിരിപ്പാട്. അടുത്ത കുമാരഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷ ദൈവസഭ. അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം തന്നെയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ. അത് പഠിക്കാൻ എളുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ആനന്ദമുണ്ട്. പക്ഷേ ആനന്ദ തീർത്ഥനമായി മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭയാണ്. അടുത്ത ശുഭാനന്ദ ഗുരുദേവനാണെങ്കിൽ ആത്മബോധോദയ സംഘമാണ്. ശുഭാനന്ദ ഗുരുദേവൻ ആരാണ്? ആത്മബോധോദയ സംഘം സ്ഥാപിച്ചിട്ടുള്ളതാണ്. അടുത്തത് ആനന്ദ തീർത്ഥൻ, ജാതി നാശിനി സഭ. അപ്പോൾ നമ്മൾ തീർത്ഥം തെളിച്ച് എല്ലാം എന്താണ് നാശങ്ങളൊക്കെ ഇല്ലാതാക്കുന്നു എന്നുള്ള കോഡ് വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം. എന്താണ്? ആനന്ദ തീർത്ഥൻ ജാതി നാശിനി സഭ. അപ്പോൾ അത് ഓർത്ത് വെച്ചുകൊണ്ട് വേണം എന്തോർക്കാനായിട്ട്? ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ. കാരണം രണ്ടിലും ആനന്ദമുണ്ട് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗിയിലും ആനന്ദമുണ്ട്, ആനന്ദ തീർത്ഥനിലും ആനന്ദമുണ്ട്. തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തീർത്ഥൻ വെച്ചുകൊണ്ട് നാശിനിയെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ഷൻസ് നമുക്ക് സ്വന്തമായിട്ടൊക്കെ സൃഷ്ടിക്കാം. അതൊക്കെ വെച്ചുകൊണ്ട് ഓർത്ത് വെക്കാം. നമുക്ക് ഒരിക്കലും ഒരു essay ടൈപ്പ് എക്സാം എഴുതാനല്ല നമ്മൾ പോകുന്നത്. ഒബ്ജക്റ്റീവ് എക്സാമിനേഷനാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു ഉത്തരം കിട്ടുക, ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് വളരെ സ്മാർട്ടായിട്ട് തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.